ഹായ്, എന്നെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈലി ലൈഫ് സ്റ്റൈൽ വിത്ത് അബ്രാമി എന്നാണ് കേട്ടോ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യും. നോട്ടിഫിക്കേഷൻ വരും. മിസ് ചെയ്യാതിൻ്റെ വീഡിയോ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുഖത്തെ പാടുകൾ, കുഴികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊരു ബെസ്റ്റ് റെമഡിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഫേസിൽ ഇതുപോലുള്ള പാടുകൾ, ചെറിയ ഓപ്പൺ ബോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ. എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് ഓപ്പൺ ബോർഡ്സും ഉണ്ട്. അതുപോലെ എന്ത് ചെറിയൊരു കുരു വന്നാലും അത് ഉടനെ ഒരു പാടാവും കേട്ടോ. ഒരുപാട് മുഖക്കുരു ഒന്നുമില്ല, പക്ഷേ എന്നാലും എന്തെങ്കിലും ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ പാടാവുന്നുണ്ട് കേട്ടോ. ഫേസിൽ ഉണ്ട്. പിന്നെ എനിക്കിപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ എനിക്ക് താരനും കുറച്ചുണ്ടായിരുന്നു, അതും കൂടെ കൊണ്ടായിട്ടായിരിക്കാം ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് റെമഡിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് വേണ്ട മൈലാഞ്ചിയാണ് കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള മൈലാഞ്ചിയാണ്. പുറത്തെ മൈലാഞ്ചിയൊന്നും നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കേണ്ട, അത് സ്കിന്നിന് അത്ര നല്ലതല്ല. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട്, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ സ്കിന്നിനെ നന്നാക്കി വയ്ക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്നത് പഴമാണ്. പഴം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളികളെയൊക്കെ മാറ്റി സ്കിന്ന് സ്മൂത്തനാക്കാനും പിമ്പിൾസ് വന്ന മാർക്സൊക്കെ ഉണ്ടെങ്കിൽ പോവാനും, നമ്മുടെ സ്കിന്നിൽ വേറെ എന്തെങ്കിലും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്ത് ക്ലിയർ ആക്കി വെക്കാൻ സഹായിക്കുന്നു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നത് പാലിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. പാല് നമ്മുടെ ഫേസിന് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഞാൻ ഉണ്ടാക്കുന്ന രീതി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ മൈലാഞ്ചിയും അതിൻ്റെ കൂടെ നമ്മുടെ പഴമാണ് കേട്ടോ. ഒരു പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര അളവ് മൈലാഞ്ചി എടുക്കുന്നോ അത്രയും അളവിൽ പഴം എടുക്കുക. കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിൽ മിക്സ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഇതാണ് നമ്മളിനി ഫേസിൽ തേക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഫേസിൽ മേക്കപ്പ് ഒന്നും കാണരുത്. ഫേസിൽ എന്തെങ്കിലും ഡയറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകി കളഞ്ഞ് ഒരു ചെറിയ നനവോടുകൂടി ഫേസ് വയ്ക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ ഈ എന്ത് മാസ്ക് അപ്ലൈ ചെയ്താലും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കിന്നിൽ എനിക്കിപ്പോൾ ഈയിടെയായിട്ട് നന്നായിട്ട് പാടുകളൊക്കെ കൂടുന്നുണ്ട്. പാടിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. ഇതെനിക്ക് പാടൊക്കെ വരുമ്പോൾ ഞാൻ മിക്കപ്പോഴും ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങളൊരു 1 വീക്ക് ഇതൊന്ന് ചെയ്യൂ. അടിപൊളിയായിട്ടും പാട് നന്നായിട്ട് കുറയുന്നതാണ് കേട്ടോ. കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഹെയറൊക്കെ ഒത്തിരി അങ്ങ് ഡാമേജായി. എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഒരുപാടങ്ങ് വെള്ളമാക്കി കളയണ്ട, നമ്മുടെ ഫേസിലിരിക്കില്ല കേട്ടോ. ഇതാകുമ്പോൾ നന്നായിട്ട് ഒട്ടിയിരിക്കും നമ്മുടെ ഫേസിൽ. മൈലാഞ്ചി നിങ്ങൾ മാക്സിമം വീട്ടിൽ ഉള്ള മൈലാഞ്ചി തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മൈലാഞ്ചി പൊടി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഭയങ്കര കെമിക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം വീട്ടിൽ മൈലാഞ്ചി ഇതുപോലെ ഉണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്തു. പിന്നെ എനിക്ക് കഴുത്തിൽ പാടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്ക് കഴുത്തിൽ പാടില്ല, ഫേസിൽ മാത്രമേ ഉള്ളെങ്കിൽ കഴുത്തിൽ അപ്ലൈ ചെയ്യണ്ട. അപ്പോൾ കഴുത്തിലും മുഖത്തും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 15 to 20 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. ഫേസൊക്കെ ഏകദേശം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വാഷ് ചെയ്ത് വന്നിട്ട് കാണാം.
ഫേസ് ഇതാ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പാടുകളൊക്കെ ഉള്ളത് കുറഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്ന് അതൊരു മങ്ങിയതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കഴുത്തിലൊക്കെ ഒന്ന് മങ്ങിയതുപോലെ തോന്നുന്നുണ്ട്. ഫേസിന് കുറച്ചൊരു ബ്രൈറ്റനിങ് വന്നിട്ടുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പാടുകളൊക്കെ ഉള്ളതൊന്നും മങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.